ഓണപരീക്ഷയുടെ ആൻസർ പേപ്പർ കയ്യിൽ കിട്ടിയിട്ട് മാർക്ക് കുറഞ്ഞതിന്റെ പേരിൽ ടെൻഷൻ അടിച്ചിരിക്കുന്ന ആൾക്കാരാണ് നിങ്ങൾക്ക് രണ്ട് കാര്യം എനിക്ക് പറയാനുള്ളൂ. ഒന്നാമത്തെ കാര്യം, ഒരിക്കലും ഈ വർഷത്തെ 2025 ഓണപരീക്ഷയുടെ പേപ്പർ നോക്കിയിട്ട് ഒരിക്കലും ഈ വർഷം നിങ്ങൾ വിലയിരുത്താൻ പാടില്ല. കാരണം ഈ വർഷം ക്വസ്റ്റ്യൻ പാറ്റേൺ മാറും, ടഫ് ക്വസ്റ്റ്യൻസ് ഒക്കെ പറഞ്ഞു കേട്ടെങ്കിലും ക്വസ്റ്റ്യൻ പാറ്റേൺ ഈ ലെവലിൽ വരെ മാറും എന്നുള്ള കാര്യം നിങ്ങളെ പഠിപ്പിച്ച ടീച്ചേഴ്സ് പോലും പറയുന്നത് പരീക്ഷയുടെ ഒരാഴ്ച മുന്നെയാണ്. അതുകൊണ്ട് ഒരു കമ്മ്യൂണിക്കേഷൻ മിസ്റ്റേക്ക് കൃത്യമായി എല്ലാവരുടെ ഭാഗത്തും സംഭവിച്ചു. അതുകൊണ്ട് ഈ ഒരു ക്വസ്റ്റ്യൻ പാറ്റേൺ ഇത്ര ടഫായതിന്റെ ബേസിൽ ഇനി എന്റെ മാർക്കെല്ലാം ഇങ്ങനെയായിരിക്കും, നിങ്ങൾ ആരും ടെൻഷൻ അടിക്കാൻ ആവശ്യമില്ല. രണ്ടാമത്തെ കാര്യം, എനിക്കറിയാം കേരളത്തിലെ ബഹുഭൂരിപക്ഷം വിദ്യാർത്ഥികളും പ്രതീക്ഷ മാർക്ക് കിട്ടിയിട്ടില്ല. നിങ്ങൾ ചെയ്യേണ്ട പരിപാടി, നിങ്ങൾക്ക് കിട്ടിയ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ ടെക്സ്റ്റ് ബുക്കുമായി വച്ചൊന്ന് ആൻസർ കണ്ടെത്തി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും ബഹുഭൂരിപക്ഷം ആൻസറും ടെക്സ്റ്റ് ബുക്കിൽ തന്നെ ഉണ്ടല്ലോ. ഏറ്റവും പ്രധാനപ്പെട്ട മാനം ടെക്സ്റ്റ് ബുക്ക് ഓറിയന്റായിട്ടാണ് ചോദ്യങ്ങൾ ചോദിക്കാൻ വേണ്ടി പോകുന്നത്. കൃത്യമായി ടെക്സ്റ്റ് ബുക്കിലൂടെ നിങ്ങൾ പഠിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് ഒരാളും ടെൻഷൻ അടിക്കേണ്ട. ഏതെങ്കിലും നിങ്ങളുടെ ഫ്രണ്ട് മാർക്ക് കുറഞ്ഞതിന്റെ പേര് ടെൻഷൻ അടിക്കണമെങ്കിൽ ഈ വീഡിയോ ജസ്റ്റ് ഒന്ന് അവന് ഷെയർ ചെയ്ത് അവനോട് നിങ്ങൾ പറയാം, ഇതൊന്നിന്റെ അവസാനമല്ല, ഒരു പുതിയ തുടക്കം നമ്മൾ തുടങ്ങിയതേ ഉള്ളൂ. ഇനി ഈ പാറ്റേൺ വെച്ച് പഠിപ്പിക്കാൻ നിങ്ങൾ ടീച്ചേഴ്സും സംവിധാനങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട്. അതുകൊണ്ട് ഡോണ്ട് വറി, ഒരു ചാലഞ്ച് ആക്കി എടുക്കുക, ഹാപ്പി ആയിട്ടിരിക്കുക. നല്ല മാർക്ക് നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട്. ഈ വർഷാവസാനം അക്കാഡമിക് ഇയർ എൻഡ് ചെയ്യുമ്പോൾ നല്ലൊരു മാർക്ക് നിങ്ങളുടെ ആൻസർ പേപ്പറിൽ ഉണ്ടായിരിക്കും, നിങ്ങളുടെ മാർക്ക് ഷീറ്റിൽ ഉണ്ടായിരിക്കും. ഇത് ഉറപ്പാണ്, എന്റെ ഉറപ്പാണ്.